സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 16,500 അടി ഉയരത്തിൽ കഠിനമായ മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയൻ മലനിരകൾക്കിടയിലാണ് രൂപ്കുണ്ട് എന്ന ചെറിയ തടാകം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഈ തടാകം പൂർണ്ണമായി മഞ്ഞു മൂടിക്കിടക്കും. എന്നാൽ വേനൽക്കാലത്ത് ഇവിടുത്തെ മഞ്ഞുരുകുമ്പോൾ തടാകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും തെളിഞ്ഞു വരുന്നത് വിറങ്ങലിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. നൂറുകണക്കിന് മനുഷ്യരുടെ യഥാർത്ഥ അസ്ഥികൂടങ്ങൾ. അതുകൊണ്ടാണ് ലോകമിതിനെ ഭയത്തോടെ അസ്ഥികൂടങ്ങളുടെ തടാകമെന്ന് വിളിക്കാൻ തുടങ്ങിയത്. ശാസ്ത്രജ്ഞരെ കുഴക്കിയ ആ വിചിത്ര സത്യങ്ങൾ. 1942 ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് ഈ അസ്ഥികൂടങ്ങൾ ആദ്യമായി കണ്ടെത്തുന്നത്. ആദ്യം എല്ലാവരും കരുതിയത് ഇത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വഴിതെറ്റി വന്ന ജാപ്പനീസ് സൈനികരുടേതാകാമെന്നാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ ഈ അസ്ഥികൂടങ്ങൾ ലാബിൽ കൊണ്ടുപോയി DNA പരിശോധനയും കാർബൺ ഡേറ്റിംഗും നടത്തിയപ്പോൾ കഥ പൂർണ്ണമായി മാറി. ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ആ കണ്ടെത്തലുകൾ ഇവയായിരുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങൾ. തടാകത്തിലുള്ളത് ഒരേ സമയത്ത് മരണപ്പെട്ട ആളുകളുടെ അസ്ഥികൂടങ്ങളല്ല. ചില അസ്ഥികൂടങ്ങൾ 8-ാം നൂറ്റാണ്ടിലേതാണെങ്കിൽ 1000-ലധികം വർഷം പഴക്കം. മറ്റു ചിലവ 19-ാം നൂറ്റാണ്ടിലേതാണ്. അതായത് നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ ആളുകൾ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്ന് മരണപ്പെട്ടിരിക്കുന്നു. വിദൂര ദേശങ്ങളിൽ നിന്നുള്ളവർ. DNA പരിശോധനയിൽ മറ്റൊരു വലിയ അത്ഭുതം കൂടി തെളിഞ്ഞു. ഇതിൽ പകുതിയോളം ആളുകൾ ഇന്ത്യക്കാരാണ്. എന്നാൽ ബാക്കി പകുതി ആളുകൾ ജനറ്റിക് പരമായി ഗ്രീസ്, ക്രീറ്റ് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള യൂറോപ്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ഈ ഹിമാലയൻ മലമുകളിൽ എങ്ങനെ എത്തിയെന്നത് ഇന്നും അജ്ഞാതമാണ്. മരണകാരണം. ഈ മനുഷ്യരുടെ എല്ലാം തലയോട്ടിയിൽ മുകളിൽ നിന്നും ശക്തമായി എന്തോ ഒന്ന് വന്ന് ഇടിച്ചതുപോലെയുള്ള ഒരേ തരത്തിലുള്ള പരിക്കുകൾ കണ്ടെത്തി. യാതൊരുവിധ ആയുധങ്ങളുടെയോ പരിക്കുകളുടെയോ പാടുകൾ ശരീരത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. എന്താണിതിനു പിന്നിൽ? ഇത്രയും ഉയരമുള്ള ജനവാസമില്ലാത്ത ഒരു മലമുകളിൽ വെച്ച് ഇവർക്കെല്ലാം ഒരേ തരത്തിൽ എങ്ങനെ മരണം സംഭവിച്ചു? പ്രാദേശികമായ ഒരു ഐതിഹ്യം പറയുന്നത് അവിടുത്തെ ദേവിയുടെ കോപം കാരണമുണ്ടായ കനത്ത ആലിപ്പഴ വർഷത്തിൽ ക്രിക്കറ്റ് ബോളിൻ്റെ വലിപ്പമുള്ള ആലിപ്പഴങ്ങൾ പെട്ടാണിവർ മരിച്ചതെന്നാണ്. ശാസ്ത്രജ്ഞരും ഈ സാധ്യത തള്ളിക്കളയുന്നില്ല. അതിശക്തമായ കൊടുങ്കാറ്റിൽ വലിയ ആലിപ്പഴങ്ങൾ തലയിൽ പതിച്ചതാകാം മരണകാരണമെന്നവർ കരുതുന്നു. പക്ഷേ പ്രധാന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കൃത്യമായി ഇതേ തടാകക്കരയിൽ തന്നെ വന്ന് മരണപ്പെടാൻ എന്താണ് കാരണം? അവരെന്തന്വേഷിച്ചാണ് ഈ ഹിമാലയൻ മുകളിൽ എത്തിയത്? ശാസ്ത്രം അത്യാധുനിക DNA സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അസ്ഥികൂടങ്ങളുടെ പഴക്കം കണ്ടെത്തിയെങ്കിലും അവരെ അങ്ങോട്ട് ആകർഷിച്ച ആ നിഗൂഢ രഹസ്യം എന്താണെന്ന് വിശദീകരിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. ആ മഞ്ഞുരുകുമ്പോൾ രൂപ്കുണ്ട് തടാകം ഇന്നും ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.